റബ്ബിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്നാ ഞാൻ പറഞ്ഞത്. മെയിന്റനൻസിന്റെ ലോകമാ ദുനിയാവ് എന്ന് പറയുന്നത്. ഇത് നിലനിൽക്കുന്ന ലോകമല്ല. ഇവിടെ ഒരു കാര്യവും നിലനിൽക്കുന്നതായി പറയാനില്ല. നിനക്ക് ചിലപ്പോൾ സേഫ്റ്റിക്ക് അതേ ആളുകളെ നിർത്താൻ കഴിയും, സെക്യൂരിറ്റിയെ നിർത്താൻ കഴിയും, ആളുകളെ നിലനിർത്താൻ കഴിയും. പക്ഷേ സെക്യൂരിറ്റിനെ നിലതെ മനസ്സ് പിടിച്ചെടുക്കാൻ കഴിയും? ഇല്ല ഇല്ല. അതുകൊണ്ടല്ലേ രാജാവിനെ ചതിക്കുന്ന സെക്യൂരിറ്റിമാരുണ്ടായത്, രാജ്യം നഷ്ടപ്പെട്ടു പോയ രാജാക്കന്മാരുണ്ടായത്. വിശ്വാസത പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയൂല. എല്ലാം റബ്ബ് തന്നെ കീഴ്പ്പെടുത്തി തരണം. മനുഷ്യൻ ഇവിടെ ഒന്നും സാധ്യമേ അല്ല. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഈക്വാലിറ്റി ഇവിടെ ഒരിക്കലും മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂല. പരിപൂർണ ഇക്വാലിറ്റി ഉണ്ടാക്കാൻ കഴിയൂല. പുരുഷന് പുരുഷന്റേതായ ലോകം, പെണ്ണിന് പെണ്ണിന്റേതായ ലോകം. അതാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഇസ്ലാമിലെ വലിയ ബഹുമാനമാണ്, അല്ലേ? വലിയ ബഹുമാനല്ലേ? ആയിഷ ബീവിന്റെ ബഹുമാനം പുരുഷനായ എനിക്കുണ്ടോ? ഉണ്ടോ? പുരുഷന്മാരായ നിങ്ങൾക്കുണ്ടോ? ഇല്ല. അങ്ങനെ ഇസ്ലാം ഒരിക്കലും പെണ്ണ് എന്ന് പറഞ്ഞ സാധനം ഒന്നിനും പറ്റാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിയിട്ടില്ല. പക്ഷേ പുരുഷന് പുരുഷന്റേതായ ബഹുമാനമുണ്ട്, പെണ്ണിന് പെണ്ണിന്റേതായ ബഹുമാനമുണ്ട്. എന്നല്ല, ജീവിക്കാൻ തന്നെ അവസരമില്ലാതെ പോയൊരു പെൺ സമൂഹത്തിന് ജീവിക്കാൻ അവസരം കൊടുത്തു എന്നല്ല. പെണ്ണ് നന്നായാൽ, പെണ്ണൊരു ഉമ്മയായാൽ അവനേറ്റവും കടപ്പെട്ടവൻ ഉമ്മയാൽ. അവിടെ ഒരിക്കലും പെണ്ണിനെ ഇസ്ലാം മാറ്റി നിർത്തിയിട്ടില്ല. ഇരിക്കട്ടെ, ഇടക്ക് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ഫഖത്തിന്റെ സ്നേഹമുണ്ട്, റഹ്മത്തിന്റെ സ്നേഹമുണ്ട്. മക്കളോടുണ്ടാകുന്ന സ്നേഹം റഹ്മത്തിന്റെ സ്നേഹമാണ്, കാരുണ്യത്തിന്റെ സ്നേഹമാണ്. ഈ സ്നേഹങ്ങളെല്ലാം നിങ്ങൾക്ക് സാധാരണ ജനങ്ങളോടുണ്ടാകുന്നൊരു സ്നേഹമുണ്ട്, അത് പരസ്പരം ഉണ്ടാകേണ്ട സ്നേഹമാണ്. ഈ സ്നേഹങ്ങളെല്ലാം സമ്മേളിച്ച നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ഉമ്മമാരെ, ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള കടപ്പാടിനെ കുറിച്ചും ബഹുമാനത്തെ കുറിച്ചും അന്ന് ഉണ്ടായിരുന്ന കല്ലുകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കല്ലുകൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്, ജീവനില്ലാത്ത മരങ്ങൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ചിലപ്പോ ഇപ്പൊ ചില മൗലവിമാർക്ക് അത് തിരിച്ചറിഞ്ഞിട്ടില്ല. ജീവനില്ലാത്ത കല്ലുകൾക്ക് തിരിച്ചറിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്, വെറുതെ പറഞ്ഞതല്ലല്ലോ. മഹാനായ ഇമാം ബുസ്രി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ ഹംസിയിൽ പറഞ്ഞത് കാണാം. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ ഉണങ്ങിക്കിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെ നടന്നു പോയപ്പോൾ ആ നേതാവിന്റെ പരിമളം കിട്ടിയപ്പോൾ, ആ നേതാവിന്റെ ഒരു നോട്ടം കണ്ടപ്പോൾ ഉണങ്ങിക്കിടന്ന മരങ്ങൾക്ക് പച്ചപ്പ് പുതച്ചു പോയി. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ആലോചിച്ചു, ഉണങ്ങിക്കിടക്കുന്ന ഒരു മരം അത് തേഴ്ത്തു വരണമെങ്കിൽ എന്ത് വേണം? അതിന് ഒരുപാട് കാര്യങ്ങൾ വേണം. ഞാൻ ഇന്നിവിടെ വരുന്നത് ദുബായിൽ നിന്നാണ്, വീട്ടിലേക്ക് പോയിട്ടില്ല. നേരെ കൊച്ചിയിൽ ഇറങ്ങിയിട്ട് നിങ്ങളെ നാട്ടിലേക്കാണ് വന്നത്. വരുന്ന വഴിയിൽ ഞാൻ കണ്ണൂർ ജില്ലയിൽ ഒരു സ്ഥലത്ത് കയറി, ഫ്രഷാകാൻ വേണ്ടി കയറിയതാണ്. ഇറങ്ങുന്ന സമയത്ത് ഞാൻ നോക്കുമ്പോൾ അവിടെ ഉള്ളിൽ ഒരു പതിയെ ചെടി വെച്ചിരിക്കുന്നു. ഞാൻ അയാളോട് ചോദിച്ചു, എന്താണ് ഈ ചെടിയുടെ പ്രത്യേകത? അപ്പൊ അയാൾ പറഞ്ഞു, ഇത് ഉള്ളിൽ തന്നെ വെക്കാൻ പറ്റുന്ന ചെടിയാണ്, പക്ഷേ ഇത് വല്ലാതെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ഞാൻ ചോദിച്ചു, എന്താ ശ്രദ്ധിക്കേണ്ടത്? വെള്ളം കൃത്യമായി കൊടുക്കണം, വെയിൽ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഇടയ്ക്കിടെ കൊണ്ടുപോയി വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിലോ അത് ഉണങ്ങിപ്പോകുമെന്ന് അയാള് പറയുന്നത്. അതിൽ ഒന്ന് രണ്ട് ഇലകൾ തൊട്ടിട്ട് എനിക്ക് കാണിച്ചു തന്നു. ഇതെന്തുകൊണ്ടാണ് ഉണങ്ങിയത് എന്നറിയോ? കുറച്ച് ദിവസമായി ഇതിന് വെയിൽ കിട്ടിയിട്ടില്ല. ഒരു മരം പച്ചപ്പായി ഇങ്ങനെ നിൽക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകണം, അല്ലേ? വേണ്ടേ? നിങ്ങളുടെ നാട്ടിലൊന്നും മരയില്ലേ? ഉണ്ടോ? നിങ്ങൾ ഇവിടെ ഒന്നും അല്ലേ ഉള്ളു? മരം എന്ന് പറഞ്ഞാൽ അറിയില്ലേ? വുഡ് അറിയില്ലേ? അറിയാ. ആ മരം അത് ശരിയായ ഷജറായി ഇങ്ങനെ നിൽക്കുമ്പോ, മരമായിട്ട് നിൽക്കുമ്പോ അതിന് പച്ചപ്പുണ്ടാകണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ വേണം. വെയിൽ വേണം, അവിടെ ആളുകളുടെ അനക്കം വേണം. പഴയ കാലത്തുള്ള ആളുകളൊക്കെ പറയും, നാട്ടിൽ തെങ്ങില്ലേ, അല്ലേ? ആളുകൾ ഇടപഴകുന്ന സ്ഥലമാണെങ്കിൽ ആ തെങ്ങിന് കൂടുതൽ തേങ്ങ ഉണ്ടാവും എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയലുണ്ടോ എനിക്കറിയാം. എന്റെ ഉപ്പൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ലേ? നിങ്ങളുടെ നാട്ടിലില്ലേ? അങ്ങനെ പറയില്ലേ? അങ്ങനെ ഒരു വസ്തു അത് ജോറാകണമെങ്കിൽ പല കാര്യങ്ങളും പല ഘടകങ്ങളും ഒരുമിച്ച് കൂടുമ്പോഴാ അത് ജോറായി വരുന്നത്.
അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന റഹ്മത്ത് ഉണങ്ങിക്കിടക്കുന്ന മരത്തിന്റെ പരിസരത്തുകൂടെ പോയപ്പോ അതിന് വെള്ളമൊഴിച്ചു കൊടുക്കണം, കാരണം അത് ഉണങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തതിന്റെ പേരിൽ പച്ചപ്പുണ്ടായതല്ല, അതിന്റെ പേര് മുഅ്ജിസത്ത് എന്നല്ല, അതിന്റെ പേര് കറാമത്ത് എന്നല്ല. സാധാരണഗതിയിൽ അങ്ങനെ പച്ചപ്പുണ്ടാകാനുള്ള കാരണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉണങ്ങിക്കിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നീയപ്പം ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതിൽ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാം ബൂസിരി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഹംസിയിൽ പറയാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഉണങ്ങിക്കിടക്കുന്ന മരങ്ങൾക്ക് പച്ചപ്പ് പൊതിഞ്ഞു പോയി. നല്ല കായ്കനികൾ ഉണ്ടാകുന്ന അതേ മരങ്ങള് അതേ സീസൺ അല്ലാത്ത കാലത്തും ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു നീങ്ങുമ്പോ അതേ പഴങ്ങളില്ലാത്ത മരങ്ങളിൽ പഴങ്ങള് കായ്ച്ചുപോയി. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി, മുഹമ്മദുർ റസൂലുള്ളാഹി. അത് കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ജീവനില്ലാത്ത മരങ്ങൾക്ക് പച്ചപ്പ് പൊതിയാൻ കഴിഞ്ഞു അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവനില്ലാത്ത മരങ്ങളിൽ ഫലം കായ്പിക്കാൻ കഴിഞ്ഞു നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മരങ്ങൾക്ക് അവിടത്തോടൊരു മവത്തത്തുണ്ടായപ്പോ വേദ കേൾക്കുന്ന വിശ്വാസികളെ, അള്ളാന്റെ ഹബീബിനോട് സ്നേഹമുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ആ ഹൃദയത്തിൽ ഈമാൻ പുലുകാതിരിക്കൂല, സംശയിക്കേണ്ടതില്ല. അതിനെന്ത് വേണം? അവിടത്തോടുള്ള മഹബത്ത് വേണം. അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത നോട്ടങ്ങൾ കൈയൊഴിക്കണം, അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത കേൾവികൾ കൈയൊഴിക്കണം, അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത സ്പർശനങ്ങൾ കൈയൊഴിക്കണം, അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത സംസാരങ്ങൾ കൈയൊഴിക്കണം, അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത സംസ്കാരങ്ങൾ കൈയൊഴിക്കണം, അവിടെ നിന്ന് ഇഷ്ടപ്പെടാത്ത ശൈലികൾ കൈയൊഴിക്കണം. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഗീബത്ത് കേൾക്കരുത്, നമീമത്ത് ആസ്വദിക്കരുത്, മറ്റുള്ളവനെ ചെറുതാക്കി കാണിക്കരുത്, ഒരാളെയും ചെറുതാക്കി ചിത്രീകരിക്കരുത്, ആരെയും കുറ്റം പറയരുത്, ആരുടെയും കട്ടെടുക്കരുത്, ഒരാളുടെയും പറ്റിച്ചെടുക്കരുത്, ഒരാളെയും വഞ്ചിക്കരുത്, ഒരാളെയും കുറ്റപ്പെടുത്തരുത്, ഞാൻ വലിയവനാണെന്ന് ചിന്തിക്കരുത്, ഒരാളെയും ചീത്ത വിളിക്കരുത്, ഒരാളോടും നല്ലതല്ലാത്തത് പറയരുത്. ഇങ്ങോട്ട് ആക്രമിക്കുന്നവനോടും വിട്ടുവീഴ്ച ചെയ്യണം, ഇങ്ങോട്ട് തെറ്റ് ചെയ്തവനും വിട്ടുവീഴ്ച ചെയ്യണം, ഇങ്ങോട്ട് നല്ലത് ചെയ്തവനും നല്ലത് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തുടങ്ങി അവിടെ പഠിപ്പിച്ച സുന്ദരമായ ആശയങ്ങൾ അത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് അവിടത്തെ സ്നേഹിക്കുന്ന ഒരു ഹൃദയം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ ആ ഹൃദയത്തിന് അവിടത്തെ മഹബത്ത് കിട്ടാതിരിക്കുമോ? ആ മരങ്ങൾക്ക് അവിടുത്തെ മഹബത്ത് കിട്ടിയിട്ട് ഫലം കായ്ച്ചിട്ടുണ്ടെങ്കിൽ, ആ മരങ്ങൾക്ക് അതേപതേ പുലുകിയിട്ടുണ്ടെങ്കിൽ, പച്ചപ്പ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ആ നേതാവിനെ സ്നേഹിച്ച ഹൃദയങ്ങൾക്ക് പച്ചപ്പ് കിട്ടാതിരിക്കുമോ? ഇല്ല ഇല്ല. പറയാണ്, എന്താ പറഞ്ഞത് എന്നറിയോ? അവിടുന്ന് പഠിപ്പിക്കാണ്, എനിക്ക് നുബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് ഓ ജനങ്ങളെ, എനിക്കൊരു കല്ലിനെ അറിയാം. എന്താണ് ആ കല്ലുകളെ പ്രത്യേകത എന്നറിയോ? നബിയായി നിയോഗിക്കപ്പെടുന്നതിന്റെ മുമ്പ് തന്നെ എന്നോട് സലാം പറയുന്ന കല്ലുകള് എനിക്കറിയാമായിരുന്നു സഹാബാ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കേൾക്കുന്ന ഈമാനുള്ള വിശ്വാസികളെ, ആ നേതാവിനോടുള്ള സ്നേഹഹൃദയത്തിലുണ്ടോ? ഒരു സ്ഥലത്തും നമ്മൾ പരാജയപ്പെട്ടു പോകൂല. അത് കല്ലുകൾ തിരിച്ചറിഞ്ഞു എന്നാ ഞാൻ പറഞ്ഞത്, ചെന്നായകൾ തിരിച്ചറിഞ്ഞു എന്നാ ഞാൻ പറയുന്നത്. നമ്മൾ ചരിത്രങ്ങൾ ധാരാളം കേട്ടതല്ലേ. ചെന്നായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് വിശേഷിപ്പിച്ചു എന്നത് ഒരാ കല്ലുകൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയില്ലേ, മഹാനായ മാസിൻ റളിയല്ലാഹു അൻഹു ഒമാനിൽ പോയാൽ മാസിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാറില്ലേ? ആ മാസിൻ റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ അറിയാം എങ്ങനെയാ
മാസിൻ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് എത്തിയത്? എങ്ങനെയാ മാസിൻ റളിയല്ലാഹു അൻഹു മുസ്ലിമായത്? മാസിൻ റളിയല്ലാഹു അൻഹു വർഷങ്ങളായി ആരാധിക്കുന്ന ഒരു കല്ലുണ്ടായിരുന്നു. വർഷങ്ങളായി ആരാധിച്ചു വരുന്ന ഒരു കല്ലുണ്ടായിരുന്നു. ആ കല്ലിന്റെ മുന്നിൽ പോയി എപ്പോഴും ഇങ്ങനെ ആരാധനകൾ അർപ്പിക്കും. ഒരു ദിവസം ആ കല്ലിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ആരാധന അർപ്പിച്ചപ്പോ മാസിനെ എന്നിലേക്ക് നിങ്ങൾ മുന്നിട്ട് നിൽക്കണം, എനിക്ക് നിങ്ങളോട് പറയാനുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. ഞാൻ പറയുന്നത് ഒരു വിവരക്കേടാണെന്ന് ചിന്തിക്കരുത്, ആലോചിച്ചിട്ട് തീരുമാനമെടുക്കണം. അതാ നബിയുൻ മുർസലൂൻ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന ഒരു പ്രവാചകനെ അല്ലാഹു അയച്ചിട്ടുണ്ട് കേട്ടോ. ജാബി ഹഖിൻ മുനസ്സലൂ, ആ നേതാവിന്റെ കയ്യിൽ ഒരു ഖുർആൻ ഉണ്ട് കേട്ടോ. എന്താണ് ഖുർആനിന്റെ പ്രത്യേകത എന്നറിയോ? അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി. ഒരു സംശയവും ആ ഖുർആനിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് വേണ്ടതില്ല കേട്ടോ. കാരണം അത് കലാമാണ്. ആരെ കലാമാ? പ്രവാചകന്റെ കലാമല്ല, ഏതെങ്കിലും മുതലാളിയുടെ കലാമല്ല, ഏതെങ്കിലും ഭരണാധികാരിയുടെ കലാമല്ല, ഏതെങ്കിലും ഓണർഷിപ്പുള്ള ഉടമയുടെ കലാമല്ല. ലോകങ്ങൾക്ക് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, ആ റബ്ബിന്റെ പ്രത്യേകത എന്താണ്? അവൻ പടച്ചതായിട്ടല്ലാത്തതൊന്നും ഇവിടെ ഇല്ലേ ഇല്ല. അവൻ പടച്ചതല്ലാത്തത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഉണ്ടോ? അവൻ പഠിച്ചതല്ലാത്തത് എന്തെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ല. നമുക്ക് തോന്നും ചിലപ്പോ എന്റെ കഴിവ് കൊണ്ട് ഞാൻ അങ്ങ് കീഴടക്കി കളയും. എന്ത് കഴിവാ നമുക്കുള്ളത്? അള്ളാഹു കീഴ്പ്പെടുത്തി തന്നിട്ടില്ലെങ്കിൽ എന്തിനാ നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്നത്? സ്വന്തം മകന്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ കഴിയോ? അള്ളാഹ് കീഴ്പ്പെടുത്തി തന്നില്ലെങ്കിൽ സ്വന്തം മകന്റെ മനസ്സ് കീഴ്പ്പെടുത്താൻ കഴിയോ? ഇല്ല. അതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞത്, എനിക്കറിയാം സ്വന്തം മകൻ ഉമ്മാനെ പരിഗണിക്കാത്തതിന്റെ വേദനയില് വിളിച്ചിട്ട് ദുആ പറഞ്ഞ ഉമ്മമാരെ എനിക്കറിയാം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. വിശ്വാസികളെ, നമുക്കൊരാളെ മനസ്സും കീഴടക്കാൻ കഴിയൂല. എന്തിലധികം പറയാനാ? വേറാളെ മനസ്സല്ല, സ്വന്തം മനസ്സെന്നെ കീഴടക്കാൻ കഴിയൂല എന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ആ ഡ്രൈവർ അയാൾക്ക് സ്വന്തം മനസ്സിനെ കീഴടക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടല്ലേ അയാൾ ഗുളിക കുടിക്കേണ്ടി വരുന്നത്. നല്ല സമയത്ത് ഗുളിക കുടിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അയാൾ ഗുളിക എങ്ങനെ കുടിച്ചു പോകും? അതേ സ്ഥാനത്ത് അയാൾക്ക് ഈ പ്രശ്നം വന്നാൽ ഗുളിക കൊടുത്താലും അയാൾ കഴിക്കൂല. എന്താ കാരണം? എനിക്കെന്താ രോഗം, എനിക്കെന്താ പ്രയാസങ്ങളാണ്? മാനസിക രോഗികളോട് ഗുളിക കുടിക്കാൻ പറയുമ്പോ ഇവൻ എന്നെ മാനസിക രോഗിയൊക്കെയാണ്, എനിക്ക് എന്ത് രോഗമുള്ളത്? ഞാൻ കുടിക്കൂല എന്ന് പറയും അവര്. എത്ര നിർബന്ധിച്ചാലും അവര് കുടിക്കൂല. എന്തുകൊണ്ട് കുടിക്കൂല? അവർക്ക് മാനസിക രോഗമായാൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല, അത് രോഗമാണ്. അല്ലാഹു അല്ലേ മനസ്സിനെ കീഴ്പ്പെടുത്തേണ്ടവൻ. അവൻ കീഴ്പ്പെടുത്തിയിട്ടല്ലാതെ ഒരു മനസ്സിനെയും നമുക്ക് കീഴ്പ്പെടുത്താൻ കഴിയൂല. ഞാൻ ഭയങ്കര ഹോജയാണ് എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു നമ്മളെ മനസ്സിനെ കീഴ്പ്പെടുത്തി തരണം. അല്ലാഹു നമുക്ക് മനസ്സുകളെ കീഴ്പ്പെടുത്തി തരണം. അവൻ കീഴ്പ്പെടുത്തിയില്ലെങ്കിൽ സ്വന്തം മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ അടിമകളായ നമുക്ക് സാധിക്കൂല. ഞാൻ എന്റെ പ്രസംഗം നിർത്തട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ എത്തിക്കഴിഞ്ഞു. അല്ലാഹു നമ്മളെ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന്റെ മുമ്പ് കല്ലുകളെ മുന്നിൽ വെച്ച് ആരാധനകൾ അർപ്പിക്കുന്നു. കല്ലുകൾ മാസിൻ തങ്ങളെ വിളിച്ചിട്ട് പറയുന്നു, എന്നിലേക്ക് മുന്നിട്ട മാസിനെ ശ്രദ്ധിച്ചു കേട്ടോ. അല്ലാഹുവിന്റെ കലാമാകുന്ന ഖുർആനിലെ ആ ഖുർആനിനെ മുറുകെ പിടിച്ചു. കല്ലുകൾക്കൊന്നും ചെയ്യാൻ കഴിയൂല. എന്തിലധികം പറയാനാ? ജീവനുള്ള മനുഷ്യന് ചെയ്യാൻ കഴിയോ? ജീവനുള്ള മനുഷ്യന് കഴിയോ? ഒരു മനുഷ്യൻ ഭൂമിയുടെ അടിയിൽ പെട്ടു എന്നാ പറയുന്നത്. ഇന്ന് വരെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? ഇല്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? മനുഷ്യന് കഴിയാത്തതായി ഇവിടെ ഒരുപാടുണ്ട് എന്ന് റബ്ബ് മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്. നിങ്ങൾ കണ്ടില്ലേ, മലേഷ്യയിലേക്ക് പറന്ന വിമാനം എത്ര കാലമായി പറഞ്ഞിട്ട് ഇന്ന് വരെ പരിപൂർണമാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു അഡ്രസ് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. എന്റെ ഭൂമിയിൽ നിന്ന് പൊങ്ങിയിട്ടില്ലേ ആ ഫ്ലൈറ്റ്? പൊങ്ങിയിട്ടുണ്ട്. എവിടെയും ഇറങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇറങ്ങിയതായിട്ട് അറിവില്ല എന്നാ പറയുന്നത്.
പറയുന്നതിന്റെ അർത്ഥം ഇറങ്ങിയതില്ല എന്ന് പറയാൻ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. ക്യാമറയില്ലേ മുസ്ലിയാരെ, സാറ്റലൈറ്റില്ലേ മുസ്ലിയാരെ, എന്ത് ലൈറ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. റബ്ബിന്റെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയൂല. ചിലതൊക്കെ അല്ലാഹു തആല നമുക്ക് എളുപ്പമാക്കി തരും, പക്ഷേ അതൊന്നും നിലനിൽക്കുന്നതല്ലാതെ നമ്മൾ ഉറച്ചു വിശ്വസിക്കണം. ഫ്ലൈറ്റ് ആദ്യമായി കണ്ടെത്തിയ മനുഷ്യൻ, എന്ത് ഫ്ലൈറ്റ് ആദ്യമായി കണ്ടെത്തിയ മനുഷ്യൻ, അയാൾ ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ഫ്ലൈറ്റ് ആസ്വദിച്ചോ? ഇന്ന് നമ്മളൊക്കെ യാത്ര ചെയ്യുന്നൊരു ഫ്ലൈറ്റ് ഇല്ലേ, അത് അയാൾ ആസ്വദിച്ചോ? പാവം സാധു അയാള് കണ്ടുപിടിച്ചു, പക്ഷെ അയാൾക്കത് ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. നമ്മളിത് പറഞ്ഞ് ചിരിക്കുകയാണ്. നമ്മളെ മക്കൾ ആസ്വദിക്കാനിരിക്കുന്ന പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ആസ്വദിക്കാൻ കഴിയൂല. അതുകൊണ്ട് ചിലപ്പോ ഇപ്പൊ ചില ആളുകൾക്ക് തോന്നുകയാണ് നമ്മൾ പരിപൂർണമായി തികഞ്ഞില്ലേ, കയ്യിന്റെ ഉള്ളിലല്ലേ ലോകം കിടക്കുന്നത്. മനുഷ്യ കയ്യിന്റെ ഉള്ളിൽ ലോകാന്ന് നമ്മൾ പറയലാണ്. കയ്യിന്റെ ഉള്ളിൽ ലോകം ഉണ്ടായിട്ട് നിനക്ക് എന്ത് ചുക്കാ ചെയ്യാൻ കഴിഞ്ഞത്? ഒന്നും ചെയ്യാൻ കഴിയൂല. മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ചിന്ത എന്നല്ലാതെ മനുഷ്യൻ ഒന്നും ചെയ്യാൻ സാധിക്കൂല. ലോകത്തിന്റെ മുഴുവനും അധിപനായ റബ്ബ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ആ റബ്ബ് എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബാൻ, ഖയ്യൂമായ റബ്ബാൻ. പരിധികളില്ല, പരിമിതികളില്ല. മകനോട് ചോദിക്കുകയാണ്, ഇന്നലെ ഏൽപ്പിച്ചില്ലേ ഞാൻ എന്നോടൊരു കാര്യം, ഇതുവരെ ചെയ്തില്ലല്ലോ. ബാപ്പനോട് വലിയ ബഹുമാനമുള്ള മോനാ. മകന്റെ മറുപടി, ബാപ്പ മറന്നുപോയി. മറന്നുപോയി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, എന്തോ ചെയ്യാൻ പറ്റുമോ? മറന്നുപോയി. അല്ല, ഞാൻ പറഞ്ഞതല്ലേ എന്നോട്, എനിക്ക് ഓർമ്മ ഉണ്ടാകണ്ടേ? ശരിയാണ് ബാപ്പ, ഓർമ്മ ഉണ്ടാകേണ്ടതാണ്. ബാപ്പ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം, ഞാൻ മറന്നുപോയതാണ്. മറന്നുപോയ എന്തോ ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾ നോക്ക്, രാജാവ് വരിച്ചിട്ട് പറയാണ് മോദേ പ്രജകളോട് എല്ലാവരും ഇങ്ങനെ ഒരു കാര്യം ചെയ്യണോ? ഒരാൾക്കും ചെയ്യാൻ കഴിയുന്നില്ല. രാജാവിന് വെറുപ്പിടിക്കാന്നല്ലാതെ ചെയ്യിപ്പിക്കാൻ കഴിയൂല. രാജാവിന്റെ അടുക്കൽ, മുതലാളിന്റെ അടുക്കൽ ചിലപ്പോൾ നമുക്ക് പോയിട്ട് സഹായം ചോദിക്കാന്ന് നമ്മൾ വിചാരിക്കും. മുതലാളി ആ സമയത്ത് കേൾക്കുന്നുണ്ട് എന്താ ഉറപ്പ്? മുതലാളി നമ്മൾ ഈ സമയത്ത് വിളിക്കുകയാണ്, അയാൾ ഫോൺ എടുത്തിട്ടുണ്ട്. ആ സമയത്ത് നോക്കുമ്പോ മനസ്സിലായത് മുതലാളി അവിടെ മരിച്ചു കിടക്കുകയാണ്. ആർക്കും കൊണ്ടെടുക്കാൻ കഴിയോ? അനുഭവമാണ് പറയുന്നത്. കുറച്ചു സമയം മുമ്പ് ഫോണിൽ വിളിച്ച് സംസാരിച്ച ഒരു തകരാറില്ലാത്ത മനുഷ്യൻ അത് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് ആ ഫോണിന്റെ തുടർച്ച സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാ. അപ്പൊ വിളിക്കുമ്പോ ഫോൺ എടുക്കുന്ന വേറെ ആളാണ്. എന്തേ അയാളുടെ ചോദിക്കുമ്പോ പറയുന്ന മയ്യത്തായി കിടക്കുകയാണ്, പെട്ടെന്ന് മരിച്ചുപോയി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. മനുഷ്യ, നീ ചോദിക്കേണ്ടത് എന്നും ജീവിക്കുന്ന റബ്ബിനോട് വിളിച്ച അവൻ കേൾക്കാത്ത പ്രശ്നമുണ്ടോ? അവൻ അറിയാത്ത പ്രശ്നമുണ്ടോ? അവൻ ഉത്തരം ചെയ്യാത്ത പ്രശ്നമുണ്ടോ? നിങ്ങൾ എന്നോട് ചോദിച്ചു, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ. ആ റബ്ബിനെയാ നമ്മൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടേണ്ടത്, അല്ലാഹുവിനെയാ നമ്മൾ സ്നേഹിക്കേണ്ടത്. അവന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത്. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, അല്ലാഹ് മരിച്ചിട്ടില്ല എന്നല്ല. ശരിയാ, അല്ലാഹ് മരിച്ചിട്ടില്ല, അല്ലാഹ് ജീവിച്ചിരിപ്പുണ്ട്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹനെ വിളിക്കണം എന്നല്ല ശരിയാണ്. പ്രവാചകനെ വിളിക്കണം എന്ന് എവിടെയാ ഉള്ളത്? പ്രവാചകൻ മരിച്ചുപോയില്ലേ? മരിച്ചുപോയ പ്രവാചകനെ എങ്ങനെയാ വിളിക്കല്? മരിച്ചുപോയ പ്രവാചകനെ വിളിച്ചിട്ട് എന്താ കാര്യം? മോനെ, 5 നേരം വിളിക്കാതെ നിന്റെ നിസ്കാരം പൂർത്തിയാകൂല. നിസ്കാരത്തിൽ വിളിച്ചിട്ട് പറയണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ ഹബീബായ നബിയേ, അങ്ങേക്ക് എന്റെ സലാമുണ്ട് നബിയേ. മൗലിദ് വേണ്ടാന്ന് പറയുന്ന മൗലവിയും വിളിക്കണം, അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഓ ഹബീബായ നബിയേ, അങ്ങേക്ക് എന്റെ സലാം. മൗലവി ചിലപ്പം പ്രസംഗിക്കും, ജീർണിച്ച് മണ്ണായി പോയി, ഇവൻ എന്തിനാ സലാം പറയുന്നത് എനിക്കറിയില്ല. വിശ്വാസികളായ ആളുകൾ സലാം പറയുന്നത് എന്തുകൊണ്ടാണ് എന്നറിയാം. റദ്ദല്ലാഹു റൂഹി ഫർദ് അലൈഹി സലാം. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന സമയത്ത്, അല്ല ജീവിച്ചിരിക്കുന്ന സമയത്ത്, ഏത് സമയത്ത് എന്നെ വിളിച്ച് സലാം പറഞ്ഞാലും ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രം ഡിമാൻഡ് വെച്ചിട്ടില്ല. കാരണം ജീവിച്ചിരിക്കുന്ന കാലത്താണെങ്കിൽ സലാം പറയുമ്പോ റദ്ദല്ലാഹു റൂഹി, എന്റെ റൂഹ് അല്ലാഹ് തിരിച്ചു തരുമെന്ന് പറയേണ്ടതില്ലല്ലോ. വഫാത്തിന്റെ ശേഷവും നിങ്ങൾ എന്നെ വിളിച്ച് സലാം പറഞ്ഞാൽ ആമീൻ യുസല്ലിമു അലൈഹി, ആര് ലോകത്തിൽ
ലോകത്തിന്റെ ഏത് ദിക്കിൽ വെച്ച് സലാം പറഞ്ഞു. റദ്ദല്ലാഹു റൂഹി ഫറദ് അലൈഹി സലാം. സഹീഹായ ഹദീസല്ലേ. ഞാൻ അവന്റെ സലാം മടക്കൂന്ന് പറഞ്ഞത് ആരാ? അള്ളാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ സലാം മടക്കൂന്നാ പറഞ്ഞത്? അള്ളാനെ അറിയിക്കാതെ സലാം മടക്കൂന്നല്ല. റദ്ദല്ലാഹു റൂഹി, എന്നെ വിളിച്ച് നിങ്ങൾ സലാം പറയുമ്പോ എന്റെ റബ്ബെനിക്ക് എന്റെ റൂഹ് തിരിച്ചു തരും. എന്റെ റൂഹ് എനിക്ക് തിരിച്ചു തന്നാൽ ഞാൻ അവർക്ക് സലാം മടക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഫാത്തായി പോയ നബി തങ്ങളെ വിളിക്കലുണ്ട്, സലാം പറയലുണ്ട്. വിളിക്കുമ്പോഴേക്ക് ശിർക്കായി പോകുന്നു പറയുന്ന മൗലവിയും വിളിക്കുന്നുണ്ട് നിസ്കാരത്തിൽ. ഇനി ഇന്നു മുതൽ ഇത് അർത്ഥം തിരിഞ്ഞിട്ട് വിളിക്കാതിരിക്കുന്ന മൗലവിമാരുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. അതേ സ്ഥാനത്ത് വിളിക്കുന്ന മൗലവിമാർ ഇപ്പോഴും ജീവനോടെ ബാക്കിയുണ്ട്. ആരെയാ വിളിക്കുന്നത്? വഫാത്തായ നബിതങ്ങളെ വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് നിസ്കാരത്തെ പറയാണ് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ ഹബീബായ നബിയേ അങ്ങേക്ക് സലാം. സലാം പറയൽ സുന്നത്താണ്, മടക്കല് വുജൂബാണ്. പറയൽ നമ്മളോട് കൽപ്പിച്ചിട്ട് നബിതങ്ങളെ മടക്കാത്ത സലാമോ? അങ്ങനൊരു സലാമുണ്ടോ? നീതി പഠിപ്പിക്കാത്ത നേതാവാണോ നബി മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം? നമ്മളോട് പറയുന്നത് സുന്നത്ത് കിട്ടണേ, നിങ്ങൾ സലാം പറഞ്ഞോളി. മരിച്ചുപോയ എനിക്ക് മടക്കാൻ നേരം ഉണ്ടാകൂല, അവിടെ ഞാൻ മടക്കൂല. നിങ്ങൾ അതുകൊണ്ട് ബേജാറാകണ്ട, നിങ്ങൾ സലാം പറഞ്ഞാൽ മതി. അങ്ങനെയാണോ? അല്ല, സലാം പറയല് സുന്നത്താണ്, പറഞ്ഞാൽ മടക്കല് വുജൂബാണ്. അതുകൊണ്ട് തന്നെ നബി നിങ്ങൾ പറയാണ് എനിക്ക് സലാം പറഞ്ഞിട്ട് നിങ്ങളെ സലാമിന് ഉത്തരം കിട്ടൂല എന്ന് വിചാരിക്കണ്ട. ഹൃദയത്തിൽ തട്ടിയിട്ട് എന്നെ വിളിക്കുന്ന ഈമാനുള്ള മനസ്സുകളുള്ളോ ഫറദ് അലൈഹി സലാം, ഞാൻ അവന്റെ സലാം മടക്കും കേട്ടോ. അല്ലാഹു അങ്ങനെ മടക്കി കിട്ടുന്ന സ്വാലിഹീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാസിൻ റളിയല്ലാഹു അൻഹു ആഖിരി കല്ലുകൾക്ക് മുന്നിൽ നിൽക്കുമ്പോ കല്ലുകളെ വിളിച്ചിട്ട് മാസിൻ തങ്ങളോട് പറയാണ്, ഓ മാസിൻ തങ്ങള്, ഒരു പ്രവാചകൻ വന്നിട്ടുണ്ടല്ലോ, ഖുർആൻ ഇറക്കപ്പെട്ട പ്രവാചകനാണ്. അത്ഭുതകരമാണ് മനുഷ്യന്റെ ജീവിതം. അതുകൊണ്ടല്ലേ വിശ്വാസികളെ ഞാൻ പറഞ്ഞത്, കല്ലുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ നേതാവിന്, അതുപോലെ മരങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ നേതാവിന്, മണ്ണുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ നേതാവിന്, അതുപോലെ മൃഗങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ആ നേതാവിന്, കല്ലുകളും മൃഗങ്ങളും പക്ഷികളും എല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഒരൊട്ടകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് കംപ്ലൈന്റ് പറഞ്ഞത്, എന്റെ മുതലാളിക്ക് എനിക്ക് നിന്നു കൊടുക്കാൻ കഴിയൂല നബിയേ, അറുക്കാനും നിൽക്കാൻ കഴിയൂല, പാലും കൊടുക്കാൻ കഴിയൂല. കാരണം ചോദിച്ചപ്പോ എന്താ ഒട്ടകം പറഞ്ഞത് എന്നറിയോ? ഓ ഹബീബായ നബിയേ, രാത്രി ഇശാഇ നിസ്കരിക്കാത്ത മുതലാളിയാ, എന്റെ മുതലാളി ഒന്ന് നന്നാകേണ്ടതില്ലേ? ഈമാനുള്ള വിശ്വാസികള് അങ്ങനെ ഒട്ടകങ്ങൾക്ക് ആ നേതാവിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ, മേടകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ, അടപ്രാവുകൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ബുർദയിൽ പാടാറില്ലേ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് തങ്ങളും ആ ഗുഹയിലിരിക്കുമ്പോൾ പുറത്ത് കാവലിരുന്നതാരാ? AK-47 കയ്യിൽ പിടിച്ച പട്ടാളങ്ങളല്ല, പുറത്തുണ്ടായതാരാ? മാടപ്രാവുകളാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന നേതാവിന് പ്രൊട്ടക്ഷൻ നൽകാൻ തോക്കുകൾ ആവശ്യമില്ലല്ലോ, സമാധാനത്തിന്റെ നേതാവല്ലേ, അതുകൊണ്ട് തോക്കിന്റെ ആവശ്യമില്ല. ഇതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അഭയം തേടിയ നേതാവിന് സംരക്ഷണം നൽകാൻ ഇരുമ്പിന്റെ വലയങ്ങൾ വേണ്ടതില്ല, കമ്പിവേലികൾ വേണ്ടതില്ല, മതിൽക്കെട്ടുകൾ വേണ്ടതില്ല, ചലന്തി വലകൾ സാധാരണയാണ്. ആ ചലന്തിയുടെ ഭാഗ്യം എത്രയാ! എന്റെ ഹബീബിന് പരിഗണന നൽകാൻ, എന്റെ ഹബീബിന് കാവൽ നിൽക്കാൻ ആ ചലന്തിക്ക് സാധിച്ചു പോയില്ലേ? എത്ര വലിയ ഭാഗ്യവാനായ ചലന്തിയാണ്, എത്ര ഭാഗ്യവാനായ മാടപ്രാവുകളാണ്. ആ ചലന്തി വലകളെയും മാടപ്രാവുകളെയും കണ്ടപ്പം ഗുഹയിൽ ആളില്ലെന്ന് തിരിച്ചു പറഞ്ഞു പോയപ്പോഴല്ലേ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് എല്ലാ ദ്വാര
ദ്വാരങ്ങളും അടച്ചിട്ട് കാലുകൊണ്ട് അമർത്തിപ്പിടിച്ച പൊത്തിന്റെ ഉള്ളിൽ നിന്ന് കാലിലേക്ക് ഒത്തിവലിച്ചതാരാണ്? പാമ്പല്ലേ. ഫസിദ്ഖു ഫിൽ ഗാരിവ സിദ്ദീഖു ലം യരിമ വഹും യഖൂലൂന മാ ബിൽ ഗാരി മിൻ അരീമി വന്നുൽ ഹമമ വലന്നുൽ അൻകബൂത അലാ ഖൈറിൽ ബരിയതി ലം തൻസുജ് വലം തഹുമി. ആ ഗുഹകൾക്കിടയിൽ കാവൽ നിൽക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ മറികടന്നിട്ട് എന്റെ നേതാവിനെ ഒരു നോക്ക് കാണണമെന്ന് ചിന്തിച്ചു വന്നപ്പോൾ തടഞ്ഞു നിർത്തി ആ കാലിലേക്ക് കൊത്തുവെച്ച് കൊടുത്തില്ലേ പാമ്പ്? എന്റെ ഹബീബിനെ ഒന്ന് കാണണമല്ലോ. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, ജന്തുക്കൾക്കറിയാം, പക്ഷികൾക്കറിയാം, പാടപ്രാവുകൾക്കറിയാം, ചെലന്തിവലകൾക്കറിയാം, പ്രാണികൾക്കറിയാം, ജീവനില്ലാത്ത വസ്തുക്കൾക്കറിയാം, മരങ്ങൾക്കറിയാം, കല്ലുകൾക്കറിയാം. ഇതൊരു സാധാരണ നേതാവല്ല, ഇത് റഹ്മത്തുൽ ലിൽ ആലമീൻ. ആ മാസിന്തങ്ങളോട് ആ കല്ലുകൾ ഉപദേശിക്കുന്ന മാസിന്തങ്ങളെ, നിങ്ങളാ ഹബീബായ നബി തങ്ങളെ അറിയണം, അന്വേഷിക്കണം, എന്നിട്ട് ആ മതത്തെ കുറിച്ചൊന്ന് പഠിക്കണം. കല്ല് സംസാരിക്കുന്നത് കേട്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ അതേ മഹാനവറുകൾ കൈയൊഴിച്ചില്ല. ഈ കല്ലൊരു സാധാരണ കല്ലല്ലോ, ഇത് സംസാരിക്കുന്ന കല്ലാണല്ലോ എന്ന നിലക്ക് മാസിൻ റളിയല്ലാഹു അൻഹു വീണ്ടും വീണ്ടും ആ കല്ലിനെ ആരാധിച്ചു. അപ്പോഴാണ് വീണ്ടും ആ കല്ല് ഉപദേശിക്കുന്നത്. യാ മാസിൻ ഇസ്മഅ, നിങ്ങൾ കേൾക്കണേ മാസിൻ തങ്ങളെ, ലഹറൽ ഖൈർ പുറത്തു വന്നിട്ടുണ്ട്. ഏതാണ് ആ ഖൈർ എന്നറിയോ? റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. കല്ലുകള് സന്തോഷിക്കുകയാ. നബി തങ്ങളെ വരവ് കിട്ടിയപ്പോൾ കല്ലുകള് സന്തോഷം പറയുകയാ. ആ കല്ലുകൾക്കുള്ള സ്നേഹം പോലും ഇല്ലാത്ത ഏതെങ്കിലും പുത്തനാശയക്കാര പിന്നാലെ പോയി ഈമാൻ ദുഷിപ്പിക്കുന്നവരാകരുത് കേട്ടോ. ആ കല്ല് വീണ്ടും പറയാണ്, ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. ഒരു നബിയെ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ആ നബിക്ക് പറയാനുള്ളത് എന്താണ്? ഞാനാണ് വലിയവൻ എന്നല്ല, അല്ലാഹു അക്ബർ, ഏകനായ വലിയവനായ ഒരു റബ്ബുണ്ട്. ആ റബ്ബിൽ വിശ്വസിക്കണമെന്ന് കല്ലുകൾക്ക് നിങ്ങളോട് മാസിന്തങ്ങളെ പറയാനുള്ളത്. കല്ലുകളെ കൈയൊഴിച്ചോ, ആ റബ്ബിനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്തോ. ആ കല്ലുകൾ കത്തിക്കപ്പെടുന്ന ഒരു ലോകത്തെ റബ്ബ് വെച്ചിട്ടുണ്ട്. അതെവിടെയാണെന്നറിയോ മാസിന്തങ്ങള്? ആ ഹബീബിൽ വിശ്വസിക്കാത്ത ജനങ്ങൾക്ക് ഒരുങ്ങിയിരിക്കുന്ന കല്ലുകളാൽ കത്തിക്കപ്പെടുന്ന നരകമുണ്ട് മാസിനെ. കല്ലുകൾ ആരാധിച്ച് ദിവസങ്ങളേരുത് എന്ന് മാസിന്തങ്ങളോട് ആരാധിക്കുന്ന കല്ലുപദേശിച്ചപ്പോ മാസിൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ആ കല്ലുകളെ അടിച്ച് പൊടിച്ച് തകർത്തു കളഞ്ഞു. ഞാനങ്ങ് പോയി, ഞാൻ യാത്രക്കൊരുങ്ങി. എവിടേക്കുള്ള യാത്രയാണെന്നറിയോ? കാരുണ്യത്തിന്റെ മുഴുവനും ഗുരുവായ പ്രവാചകനെ തേടിയുള്ള യാത്രയാ. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദരിക്കപ്പെടുന്ന കല്ലുകളില്ല. അല്ലാഹ് ആദരിച്ച കല്ലുകൾക്ക് അതിൻ്റെതായ ബഹുമാനമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഹജറുൽ അസ്വദിന് ബഹുമാനം കൽപ്പിക്കുന്നത്. കഅബം എന്ന് പറയുന്നത് ദൈവമല്ലല്ലോ, ദൈവം അതേ ഒരിക്കലും ദൈവപുത്രനല്ലല്ലോ, അല്ലെങ്കിൽ ദൈവം പണിതുണ്ടാക്കിയതല്ലല്ലോ. എന്താ കഅബത്തിന്റെ പ്രത്യേകത? അത് റബ്ബിന്റെ വീടാണ്. അല്ലാഹ് ആദരിച്ചു എന്ന നിലക്ക് ആ കഅബത്തിനെ നമ്മൾ ചുറ്റുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ നബി തങ്ങൾക്ക് അല്ലാഹ് കൊടുത്ത ബഹുമാനമാണ്, ആദരവാണ്. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ മജ്ലിസിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു നമ്മുടെ സാദാത്തുക്കൾക്ക്, ആലിമീങ്ങൾക്ക്, നമുക്കും അവരെ തണലിലായി ദീനീ ഖിദ്മത്തിൽ ദീർഘായുസ്, ആഫിയത്ത്, തഖ്വയിലായി റബ്ബി ഏറ്റി തരട്ടെ. ഞാൻ
എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. ഈമാനുള്ള വിശ്വാസികള്, ആ സയ്യിദന്മാരോടുള്ള ബഹുമാനം, ആദരവ്, അത് നബിതങ്ങളോടുള്ള സ്നേഹമാണ്, ആദരവാണ്. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കല്ലുകൾക്ക് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞു ആ നേതാവിന്റെ ബഹുമാനം. കല്ലിനുള്ള തിരിച്ചറിവ് പോലും ഇല്ലാതെ നബിതങ്ങളുടെ ജന്മദിനം വരുമ്പം വല്ലാതെ ടെൻഷൻ അടിക്കുന്ന വിവരം കെട്ടവരെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോയി കൂടാ. നമ്മളെ ചിന്തകളെ നമ്മൾ വിറ്റുപോയിക്കൂടാ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്ന് മാസിൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഓ ഹബീബായ നബിയേ, എനിക്ക് അങ്ങയെ പരിചയപ്പെടുത്തിയത് ഒരു കല്ലാണ് നബിയേ. എനിക്ക് അങ്ങയെ കുറിച്ച് ഇശാറത്ത് തന്നത് ഒരു കല്ലാണ് നബിയേ. വേദകൾക്കും ഈമാനുള്ള വിശ്വാസികള്, ആ കല്ലിനുള്ള തിരിച്ചറിവ് പോലും ഇല്ലാത്തവരാകരുത് നമ്മൾ. നമുക്ക് റബ്ബ് തിരിച്ചറിവ് തന്നിട്ടുണ്ട്, നമുക്ക് മനസ്സിലാക്കാനുള്ള കഴിവ് തന്നിട്ടുണ്ട്. ദുനിയാവിയായ ലോകത്ത് കിട്ടുന്ന സുഖലോലുപതയിലും സന്തോഷത്തിലും ഏർപ്പെടുമ്പോ അള്ളാനെ മറക്കുന്ന ഹബീബ് പഠിപ്പിച്ച ആശയങ്ങളെ പുച്ഛമങ്ങി കാണുന്ന സ്വഭാവം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ. അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചപ്പോഴാ സ്വഹാബത്തിന് ബഹുമാനമുണ്ടായത്, സ്നേഹിച്ചപ്പോഴാണ് സ്വഹാബത്തിന് ആദരവുണ്ടായത്. ലിൽഫുഖറാഇൽ മുഹാജിരീന അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം വഅംവാലിഹിം യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാനഹു വയൻസുറൂന അല്ലാഹ വറസൂലഹു ഉലൈക ഹുമുസ് സാദിഖൂൻ. ഞാനിപ്പോ സയ്യിദവറുകളെ ഇരുത്തിയിട്ട് വിശദീകരിക്കുന്നില്ല, നിർത്തട്ടെ. വരുന്ന ദിവസം എവിടെയെങ്കിലും വിശദമായി വിശദീകരിക്കാം. റബ്ബ് തൗഫീഖ് നൽകട്ടെ. വേദകൾക്കും ഈമാനുള്ള വിശ്വാസികളെ, മക്കയിൽ ആ വിശ്വാസത്തിലേക്ക് കടന്നു എന്നതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് അല്ലാഹുവിനെയും റസൂലിനെയും അംഗീകരിച്ചു എന്നതിന്റെ പേരിൽ സ്വന്തം വീട് കൈവയ്ക്കാൻ അവർക്ക് പ്രയാസം തോന്നിയില്ല. നബിതങ്ങളെ അംഗീകരിച്ച് ജീവിക്കാൻ മക്കയിൽ പ്രയാസമാണോ? നാടും വീടും കുടുംബവും വിട്ട് ഞങ്ങൾ മദീനയിലേക്ക് 500-ലേറെ കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ആരും സ്വീകരിക്കാനുണ്ടാകുമോ എന്നറിയില്ല. അവിടെ സൗകര്യങ്ങളുണ്ടോ എന്നറിയില്ല. അവിടെ എന്തെങ്കിലും ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകുമോ എന്നറിയില്ല. ഒന്നും അറിയാതെ തന്നെ ഹിജ്റക്ക് ഇറങ്ങിയല്ലോ. ആ ഇറങ്ങിയപ്പോഴാ അവർക്ക് ബഹുമാനമുണ്ടായത്. മഹാനായ കലീമുല്ലാഹി നബിയുല്ലാഹി മൂസാ അലാ നബിയിനാ അലൈഹിസ്സലാം അവിടുന്ന് അവിടുത്തെ അനുയായികളെ വിളിച്ചു. എന്തിനാണ്? അവരെ കൂടാതെ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പോരാടാനാണ്. അപ്പൊ മൂസാ നബി അലൈഹിസ്സലാമിനോട് അവര് പറഞ്ഞത് എന്താണ്? ഓ മൂസാ നബിയേ, നിങ്ങളും നിങ്ങളെ പഴച്ചോനും പോയി യുദ്ധം ചെയ്തിട്ട് വാ, ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ടത് നോക്കിയിട്ട് ആസ്വദിക്കട്ടെ എന്ന് പറഞ്ഞു. അവരെ നശിപ്പിച്ചു പോയി. നബിതങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത സ്വഹാബത്തോ അസ്ഹാബി കന്നുജൂം, എന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തില്ലേ, അവര് നക്ഷത്ര തുല്യരാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ വേദകൾക്ക് ഈമാനുള്ള വിശ്വാസികളെ, ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നേതാവിനെ തിരിച്ചറിയാനുള്ള കഴിവ് നമുക്കുണ്ടാകണം, അതിനുള്ള പഠനം നമുക്കുണ്ടാകണം. ആഴത്തിൽ അവിടുത്തെ കുറിച്ച് പഠിക്കണം, ആഴത്തിൽ അവിടുത്തെ കുറിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് അവിടുത്തോടുള്ള സ്നേഹം നമ്മളെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത്. അതിന് കാരണമാകുന്ന മജ്ലിസുകളായി നമ്മുടെ ഈ മജ്ലിസുകളും നമ്മുടെ എല്ലാ മജ്ലിസുകളും മേലായ റബ്ബ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്തു തരുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഈമാനുള്ള വിശ്വാസികളെ, കല്ലുകളും മരങ്ങളും പുല്ലുകളും എല്ലാം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഹാബത്ത് എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും? വകതിരിവും തിരിച്ചറിവൊക്കെ ഉണ്ടായ സ്വഹാബത്ത് അവിടുത്തെ എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും? ആ തിരിച്ചറിവ് സ്വഹാബത്തിന് ഉണ്ടായപ്പോഴാണ് വേദകൾക്കുന്ന വിശ്വാസികളെ, വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടപ്പോ ആ സ്വഹാബത്തിന് പ്രാർത്ഥന നടത്തുമ്പോൾ വിഷമം തോന്നിയില്ല. ഹബീബ നബിയെ, അങ്ങയുടെ മുഖം അവസാനമായി ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഇനി ഈ ഭൂമിയിൽ ഇതിനേക്കാൾ ബഹുമാനമുള്ള ഒരു കാഴ്ച എനിക്ക് ലോകത്ത് വേറെ ഇല്ല നബിയേ. അല്ലാഹുമ്മ അമി ബസരി, എന്റെ കണ്ണിന്റെ കാഴ്ച തിരിച്ചെടുക്കണം അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
മക്കളെ കാണാനുള്ള കണ്ണ്, ഉമ്മാനെ കാണാനുള്ള കണ്ണ്, ഭൂമി ലോകത്ത് ആസ്വദിക്കാനുള്ളത് പലതും കണ്ടാസ്വദിക്കാനുള്ള കണ്ണ്. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ച് അനുഭവിച്ചറിഞ്ഞ സഹാബത്തിൽ പോയിട്ട് ചിലർ ദുആ ചെയ്യാണ്, അല്ലാഹ് അവിടുത്തെ മുഖം കണ്ട ഈ കണ്ണിന് ഇനി സ്വർഗത്തിൽ വെച്ച് ആ മുഖം കാണുന്നത് വരെ ഇനി ഒന്നും കാണണ്ട നബിയെ. എന്നിട്ട് റബ്ബിനോട് പ്രാർത്ഥന നടത്തിയപ്പോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോയി എന്നാണ് ചരിത്രം പറയുന്നത്. എന്തുകൊണ്ട്? അവർ നബി തങ്ങളെ തിരിച്ചറിഞ്ഞപ്പോണ്ടായ സ്നേഹാണ്. എന്റെ വയല് കേൾക്കുന്ന വിശ്വാസികളെ, അവിടുത്തെ തിരിച്ചറിയാൻ നമ്മൾ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കണം. വിവരക്കേട് കൊണ്ട്, ചിന്തക്കുറവ് കൊണ്ട്, ആരുടെയോ തെറ്റിദ്ധരിപ്പിക്കൽ കൊണ്ട് ആ നേതാവിന്റെ മദ്ഹ് പറയുമ്പോ യഹൂദികളെ പോലെ പുകയിച്ചലെടുക്കുന്ന, യഹൂദികളെ പോലെ ഹൃദയം പിടക്കുന്ന, ടെൻഷൻ അടിക്കുന്ന മുസ്ലിം നാമധാരികളായ ഏതെങ്കിലും പുത്തൻവാദികൾ ഉണ്ടെങ്കിൽ ഞാൻ അവരോടും പറയുന്ന, ആ സഹാബത്തെ സ്നേഹിച്ച നബി തങ്ങളെ നിങ്ങൾ തിരിച്ചറിയണം. അവിടുത്തെ നിങ്ങളൊന്ന് പഠിക്കണം, മനസ്സിലാക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി കിടക്കുമ്പോൾ പോലും അബീ അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് എന്ന് പറഞ്ഞിട്ടല്ലാതെ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ജസദ് ഷരീഫിന്റെ അടുക്കൽ നിന്ന് പോലും ഖബറിലേക്ക് മറവ് ചെയ്യുന്നതിന്റെ മുമ്പ് പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സംബോധനം ചെയ്തിട്ടില്ല. ആ സ്നേഹം കൊടുത്തപ്പോഴാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞപ്പോ സഹാബത്തിന് എവിടെ മറവ് ചെയ്യണം? നബി തങ്ങളെ സമ്മതമില്ലാതെ ഹുജറത്ത് ഷരീഫയിൽ മറവ് ചെയ്യാൻ അവർക്ക് ധൈര്യം കിട്ടിയില്ല. മദീനത്തെ റൗളാ ഷരീഫിന്റെ ചാരത്ത് കൊണ്ടുപോയി വെച്ചിട്ട് സഹാബത്ത് ചോദിച്ചു, നബിയെ അങ്ങയുടെ ഹബീബാണ് വന്നത്, എന്ത് ചെയ്യണം? അപ്പോഴാ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഉത്തരം കൊടുത്തത്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, പ്രിയപ്പെട്ട കൂട്ടുകാരനെ കൂട്ടുകാരനിലേക്ക് നിങ്ങൾ മറവ് ചെയ്തോളൂ, പ്രവേശിപ്പിച്ചോളൂ. സ്നേഹം കൊടുത്തവർക്ക് അവിടുന്ന് സ്നേഹം കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ അവിടുത്തെ മനസ്സറിഞ്ഞ് ഇഷ്ടപ്പെടണം, സ്നേഹിക്കണം, അവിടുത്തെ ഹൃദയത്തിൽ താലോലിക്കണം. ആ ഒരു സ്നേഹം നമ്മളെ കയ്യിലുണ്ടെങ്കിൽ എവിടെയും നമ്മൾ പരാജയപ്പെട്ടു പോകൂല. അല്ലാഹു അത്തരം നല്ല സ്നേഹമുള്ള, അവിടുത്തോട് മഹബ്ബത്തുള്ള നല്ല ഹൃദയം അല്ലാഹു നമുക്കെല്ലാവർക്കും ഏറ്റിത്തരുമാറാകട്ടെ. താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, അല്ലാഹുവേ ദർജന നീ ഉയർത്തി കൊടുക്കണം റഹ്മാനെ. എന്താണ് താജുൽ ഉലമയുടെ പ്രത്യേകത? മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. താജുൽ ഉലമയുടെ അടുക്കൽ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത്, കുറേ വയസ്സായോ ഇപ്പൊ ചോദിക്കരുത്, മദ്രസയിൽ പഠിക്കുന്ന സമയത്താണ് താജുൽ ഉലമയുടെ അടുക്കൽ ഞാൻ മർക്കസ് സമ്മേളനത്തിന് വന്നപ്പോൾ ഹിദ്മത്തിന് വേണ്ടി ബാപ്പ അവിടെ കൊണ്ടുപോയി ആക്കി. എന്നോട് പറഞ്ഞു, തങ്ങളവർക്ക് എന്തെങ്കിലും ഹിദ്മത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടുമ്പോൾ നീ ആ ഹിദ്മത്തിന് അതേ അവസരം ഉപയോഗപ്പെടുത്തണം. മർക്കസ് സമ്മേളനത്തിന് വന്ന താജുൽ ഉലമയുടെ അടുക്കൽ കാവലിരിക്കുമ്പോൾ ഒരാൾ വന്നു, ബുർദയുടെ ഏടുവെടുത്തിട്ടാണ് വന്നത്. തങ്ങളവറുകൾ സലാത്തില്ലാണ്, വെറുതെ സമയം കളയാറില്ല, വെറുതെ സമയം നഷ്ടപ്പെടുത്താറില്ല. സയ്യിദ് അവറുകൾക്ക് പ്രായം എന്ന് പ്രയാസപ്പെടുന്ന ഈ സമയത്തിയപ്പോ, ഒരുപാട് പ്രായമെത്തി അവസാന സമയത്ത് പോലും സയ്യിദ് അവറുകളെ കാണാൻ വേണ്ടി പല സമയത്തും ഞാൻ ചെന്നപ്പോ മഹാനായ താജുൽ ഉലമ ഖുർആനോത്തിലാണ്, സലാത്തിലാണ്, ദിക്റിലാണ്, നബിതങ്ങളുമായുള്ള മഹബത്തിലും സ്നേഹത്തിലും അല്ലാഹുവുമായുള്ള അടുപ്പത്തിലും സമയം ചെലവഴിക്കുകയാണ്. ഞാൻ നെട്ടിക്കൊണ്ടു പോകുന്നില്ല വിശ്വാസികളെ. ആ താജുൽ ഉലമ ഈമാനുള്ള വിശ്വാസികളെ ബുർദയുടെ റേഡുവെടുത്തിട്ട് ഒരു പാവപ്പെട്ടൊരു മൈലേര് വന്നിട്ട് ബേഡ് കൈ കൊടുത്തപ്പോ അതിൽ തെറ്റ് കണ്ടു മഹാനായ താജുൽ ഉലമ. തിരിച്ചു മറുപടി കൊടുത്ത് എന്താണെന്ന് അറിയോ? എന്റെ ഹബീബിന്റെ പേരിൽ പാടുന്ന പദ്യത്തില് തെറ്റുള്ള കിതാബുമായിട്ട് വന്നവന് എന്റെ കയ്യിൽ ഇജാസത്തില്ല എന്ന് പറഞ്ഞ അയാളെ തിരിച്ചയച്ചു. സ്നേഹം ഹൃദയത്തില. ആ സ്നേഹമാണ് താജുൽ ഉലമയുടെ വിജയം. അതുപോലെ നമ്മളെ മുൻഗാമികളായ സർവ്വ സയ്യിദന്മാരുടെയും വിജയം. അല്ലാഹു സാദാത്തുക്കളെ സ്നേഹിച്ച്, ആലിമീകളെ സ്നേഹിച്ച്, ആ ഹബീബായ നബിതങ്ങളെ ഇഷ്ടം വെക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ സയ്യിദ് അവറുകളുടെ പേരക്കുട്ടി, അതുപോലെ നമ്മുടെ സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും ഇഖ്ലാസും വറവും അല്ലാഹു നമുക്ക് നേതൃത്വം നൽകാനുള്ള എല്ലാ കഴിവുകളും അല്ലാഹു അവർക്കെല്ലാവർക്കും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അവരെ തണലിലായി ദീനിന് സേവനം ചെയ്യാൻ ആവശ്യമായ ഇൽമും ഇഖ്ലാസും വറവും തഖ്വയൊക്കെ അല്ലാഹു നമുക്കും ഏറ്റിത്തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. പ്രസംഗത്തിലോ അല്ലാതെയോ ഇഷ്ടപ്പെടാത്ത വാക്കുകളോ പ്രവർത്തനങ്ങളോ വന്നുപോയെങ്കിൽ പൊരുത്തപ്പെടണമെന്ന വസിയ്യത്തോടെ ആഖിറ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.